കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ ജോർജ് പുന്നക്കാട്ടിലിനെതിരായ വനം വകുപ്പിന്റെ കേസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് കോതമംഗലം രൂപത. കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിനെ തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലത്ത് പ്രതിഷേധാഗ്നി നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധാഗ്നിയിൽ ആയിരങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിലാണ് പന്തംകൊളുത്തി പ്രകടനവും സമ്മേളനവും നടന്നത്. ചെറിയ പള്ളി താഴത്തുനിന്ന് തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യ വിളികളുമായി അണിനിരന്നു. പ്രതിഷേധാഗ്നി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിൽക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനം വകുപ്പ് അവകാശ ലംഘനവും ക്രൂരതയും തുടർന്നാൽ പുന്നക്കോട്ടിൽ പിതാവ് പണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുകയും പ്രതിഷേധയാത്രയിൽ പങ്കെടുത്ത് നടക്കുകയും ചെയ്ത വഴിയിലൂടെ താനും നടക്കുമെന്നും വേണ്ടിവന്നാൽ ജയിൽവാസം ഉൾപ്പെടെ അതിന്റെ പേരിലുള്ള എന്തു പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടം, ആന്റണി ജോൺ MLA, അഡ്വക്കേറ്റ് AJ ദേവസ്യ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സിജുമോൻ കെ, ഫ്രാൻസിസ്, ഫാദർ അരുൺ വലിയ താഴത്ത്, റവറൻ ഡോക്ടർ തോമസ് J പറയിടം എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 23-നാണ് ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയത്. അതിനെ തുടർന്നാണ് വനംവകുപ്പ് കോതമംഗലം മുൻ രൂപതാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.